നമസ്കാരം. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ IAS തലപ്പത്ത് നടത്തിയ വൻ അഴിച്ചുപണിയിൽ ചീഫ് സെക്രട്ടറിയുടെ നടപടികളിൽ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ച് മന്ത്രിമാർ രംഗത്ത്. പുതിയ ഭരണതല പുനഃസംഘടനയിൽ വകുപ്പ് മന്ത്രിമാരുമായി കൂടിയാലോചനകൾ നടത്തിയില്ല എന്നതാണ് പ്രധാന ആക്ഷേപം. പ്രമുഖ ജില്ലകളിലെ കളക്ടർമാരുടെ മാറ്റം റവന്യൂ മന്ത്രി AP അനിൽകുമാർ അറിയാതെയാണ് ചീഫ് സെക്രട്ടറി നടത്തിയത്. കൂടാതെ വ്യവസായ വകുപ്പ് ഡയറക്ടറെ നിയമിച്ചതും വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി അറിയാതെയാണ്. ചീഫ് സെക്രട്ടറിയുടെ ഏകപക്ഷീയമായ ഈ നടപടികളിലാണ് മന്ത്രിമാർ ഇപ്പോൾ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നത്. പുതിയ ഭരണകൂടം നിലവിൽ വന്നതിന് പിന്നാലെ ഭരണസിരാ കേന്ദ്രത്തിലുണ്ടായ ഈ അടിയന്തര അഴിച്ചുപണിയും അതിനെ ചൊല്ലി ചീഫ് സെക്രട്ടറിക്കെതിരെ മന്ത്രിമാർക്കിടയിൽ ഉയർന്ന അതൃപ്തിയും വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചേക്കും. ചീഫ് സെക്രട്ടറി പുറത്തിറക്കിയ പുതിയ മാറ്റങ്ങൾ പ്രകാരം രത്തൻ ഖേൽക്കറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക ഉത്തരവ് നിലവിൽ വന്നിട്ടുണ്ട്. സംസ്ഥാന ഭരണതലപ്പത്ത് വലിയ മാറ്റങ്ങളാണ് ഈ പുതിയ ഉത്തരവിലൂടെ വന്നിരിക്കുന്നത്. നിലവിലെ GST വകുപ്പ് കമ്മീഷണറായ പാട്ടീൽ അജിത് ഭാഗവത് റാവു IASനെ ധനകാര്യ വകുപ്പ് സെക്രട്ടറിയായി നിയമിച്ചു. ട്രാൻസ്പോർട്ട് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായ PB നൂഹ് IASനെയാണ് പുതിയ GST വകുപ്പ് കമ്മീഷണറായി നിയമിച്ചിരിക്കുന്നത്. ആലപ്പുഴ ജില്ലാ കളക്ടറായിരുന്ന K ഇമ്പശേഖർ IAS ആണ് പുതിയ കേരള വാട്ടർ അതോറിറ്റി മാനേജിംഗ് ഡയറക്ടർ. കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പ്രോജക്ടിന്റെ ജോയിന്റ് പ്രോജക്ട് ഡയറക്ടറുടെ പൂർണ്ണ അധിക ചുമതലയും ഇദ്ദേഹത്തിനായിരിക്കും. കണ്ണൂർ കളക്ടറായിരുന്ന അരുൺ K വിജയൻ IASനെയാണ് വ്യവസായ വകുപ്പ് ഡയറക്ടറായി നിയമിച്ചത്. ഈ നിയമനത്തിലാണ് പ്രധാനമായും വ്യവസായ മന്ത്രി അതൃപ്തി അറിയിച്ചിരിക്കുന്നത്. KSIDC മാനേജിംഗ് ഡയറക്ടറുടെ അധിക ചുമതലയും ഇദ്ദേഹത്തിനുണ്ട്. കോഴിക്കോട് ജില്ലാ കളക്ടറായിരുന്ന സ്നേഹിൽ കുമാർ സിംഗ് IASനെ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറായി നിയമിച്ചു. പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ പൂർണ്ണ അധികാര ചുമതലയും ഇദ്ദേഹം നിർവഹിക്കും. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പല ജില്ലകളിലെയും കളക്ടർമാരെ മാറ്റിയപ്പോൾ അരുൺ K വിജയനെ മാറ്റാൻ തയ്യാറായിരുന്നില്ല. കണ്ണൂരിലെ മുൻ ADM നവീൻ ബാബു ആത്മഹത്യ ചെയ്ത കേസിൽ ഏറെ ആരോപണ വിധേയനായ കളക്ടറാണ് അരുൺ K വിജയൻ. അന്നത്തെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ യാത്രയപ്പ് യോഗത്തിൽ ADM നവീൻ ബാബുവിനെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ കേട്ടുനിന്ന കളക്ടർ എതിർത്തില്ല എന്നതായിരുന്നു ആരോപണം. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും കുടുംബവും കളക്ടർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ മുഖ്യ ഭരണകക്ഷിയുടെ പിന്തുണയുള്ളതിനാൽ അദ്ദേഹം കസേരയിൽ തുടരുകയായിരുന്നു. ആത്മഹത്യ ചെയ്ത ADMനെതിരെ അന്വേഷണ കമ്മീഷന് മുൻപിൽ കളക്ടർ മൊഴി നൽകിയെന്ന ആരോപണവും ഉയർന്നിരുന്നു. അരുൺ K വിജയൻ കളക്ടറായി ചുമതലയേറ്റതിനു ശേഷം വിവാദങ്ങളാണ് ഏറെയുണ്ടായത്. ജീവനക്കാരിൽ നിന്നും കൃത്യമായി അകലം പാലിച്ച് ജനങ്ങളോട് ഇടപഴകാൻ തയ്യാറാകാത്ത ബ്യൂറോക്രാറ്റായിരുന്നു അരുൺ K വിജയൻ എന്ന ആരോപണം ഉയർന്നിരുന്നു. തലപ്പത്തെ മറ്റ് പ്രധാന വകുപ്പ് നിയമനങ്ങൾ പരിശോധിച്ചാൽ കൊല്ലം ജില്ലാ കളക്ടറായിരുന്ന ദേവിദാസ് N IASനെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടറായി നിയമിച്ചു. ഇൻപാക്ട് കേരള ലിമിറ്റഡിന്റെ MD എന്ന ചുമതലയും ഇദ്ദേഹം വഹിക്കും. പ്രവേശന പരീക്ഷാ കമ്മീഷണറായിരുന്ന അരുൺ S നായർ IASനെ സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടറായി നിയമിച്ചു. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് CEO, കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി CEO എന്നീ അധിക ചുമതലകളും ഇദ്ദേഹം വഹിക്കും. പത്തനംതിട്ട ജില്ലാ കളക്ടറായിരുന്ന പ്രേം കൃഷ്ണൻ S-നെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയായും ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി നിയമിച്ചു. ആലപ്പുഴ സബ് കളക്ടറായിരുന്ന സമീർ കൃഷ്ണൻ IASനെ വ്യവസായ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയായും ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി നിയമിച്ചു. കയർ വികസന വകുപ്പ് ഡയറക്ടറുടെ അധിക ചുമതലയും ഇദ്ദേഹത്തിനാണ്. വകുപ്പ് തലത്തെ മാറ്റങ്ങൾക്ക് പുറമെ സംസ്ഥാനത്തെ പുതിയ ജില്ലകൾക്ക് പുതിയ കളക്ടർമാരെയും ഉത്തരവിലൂടെ നിയോഗിച്ചിട്ടുണ്ട്. പാലക്കാട് കളക്ടറായിരുന്ന മാധവിക്കുട്ടി MS കോഴിക്കോട് ജില്ലാ കളക്ടറായും കില ഡയറക്ടറായിരുന്ന നിസാമുദ്ദീൻ IASനെ പത്തനംതിട്ട ജില്ലാ കളക്ടറായി നിയമിച്ചു. വ്യവസായ വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയായിരുന്ന ആനി ജൂല തോമസ് കൊല്ലം ജില്ലാ കളക്ടറായും കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറായിരുന്ന സുധീർ K പാലക്കാട് ജില്ലാ കളക്ടറായും നിയമിതനായിട്ടുണ്ട്.